ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു. യെസ്. അല്ല, പിന്നെ എന്തെൻ്റെ വിശേഷം? കുറച്ച് നാളെ വീഡിയോസ് എടുത്തിട്ട് പിന്നെയും വേറെ ഒന്നല്ല, നമുക്ക് രണ്ട് ജോബിനും പോകുന്നുണ്ട്. പുതിയ ജോബിനും പോകുന്നുണ്ട്, പഴയ ജോബിനും പോകുന്നുണ്ട്. അപ്പോൾ ടൈം കിട്ടുന്നില്ല എടുക്കാൻ. അപ്പം ഇന്നെന്താ നല്ല ടൈം ഉണ്ടെന്നല്ല, എനിക്ക് പണിയുണ്ട്. പക്ഷെ ഇവിടെ ഒരുത്തിക്ക് ഭയങ്കര വാശി, അമ്മ പുറത്തേക്ക് വാ. ഞാൻ എന്താ വെച്ചെങ്കിൽ ഇപ്പം നേരത്തോടെ പോകണേനും തലേദിവസം തന്നെ കുക്കിംഗ് പകുതി പാട്ട് ചെയ്ത്. യെസ്. പിന്നെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കൊഴിഞ്ഞു തുടങ്ങിയത് അപ്പം നമുക്ക് നടക്കാൻ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ നടക്കാൻ ഇറങ്ങാം. ഞാൻ കുറച്ച് നടക്കുള്ളൂ എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ട് പണിയുണ്ട്, നിനക്ക് വന്നിട്ട് ടി വി കണ്ടാൽ മതി. ആ വ്യത്യാസങ്ങളാണ്. ഫ്ലവേഴ്സ് നമ്മുടെ അവിടെ ഉണ്ടായിട്ടില്ലേ ഗൈസ്? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഫ്ലവേഴ്സൊക്കെ ഉണ്ടായി തുടങ്ങണു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ഭാഗത്ത്. അപ്പം അത് ഇപ്പം എങ്ങനെയാണ് അത് ഞാൻ കാണിച്ചാട്ടാ. ഇപ്പം അത് കാണുമ്പോൾ എങ്ങനെ ഇരിക്കേണ്ടത്, ഞങ്ങളുടെ ഫ്രണ്ടിലത്തെ കുഞ്ഞ് ഗാർഡനിങ് നമുക്ക് കാണാൻ എങ്ങനെയുണ്ടെന്ന്. നല്ല ഭംഗിയുണ്ട്. എനിക്ക് തന്നെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നമുക്ക് കാണാം. പിന്നെ ഏറ്റവും ഇഷ്ടം എൻ്റെ ഫേവറേറ്റ് ഫ്ലവർ തുലിപ്സ് ഉണ്ടായിരിക്കണം. എന്ത് രസത്ത് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ. ഇത് നോക്ക്, എന്ത് ഭംഗിയാ ഇങ്ങനെ പരന്നെടുക്കണം. ആദ്യം ഞാൻ വിചാരിച്ചു, നമുക്ക് ആദ്യം അറിയില്ലായിരുന്നു ഫ്ലവേഴ്സ് ഉണ്ടാവോ ഇല്ലേന്ന്. അപ്പോൾ ഇതൊക്കെ വെട്ടിക്കളയാമെന്ന് വിചാരിച്ചതാട്ടാ. പക്ഷെ പൂക്കളുണ്ടപ്പോൾ മനസ്സിലായത് ഇത്രയും ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ എടുക്കുന്നത് അതെങ്ങനെ വെട്ടിക്കളയാൻ തോന്നും. പിന്നെതാ നീ ഇങ്ങനെ വന്നിട്ടെന്നാ ഇവിടെ നോക്കിങ്ങനെ നമുക്ക് ഇങ്ങനെ അല്ല നാത്തിലും ഇതൊക്കെ നമ്മുടെ അങ്ങനെ നടക്കുന്നതിൻ്റെ സൈഡിലുള്ള ഫ്ലവേഴ്സ് അടങ്ങി ഇതിലൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ അറിയാം. ഇതാണ് നല്ല ഭംഗി. ഇത് രക്ഷയില്ല കേട്ടാ. അതെങ്ങനെയാ നടക്കുമ്പോൾ ഞാൻ ചിക്കുപടി നടന്നപ്പോ സൂപ്പറായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫ്ലവർ ബുഷിന്റെ ഒക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് കണ്ടു അടുത്ത സൈഡ് കാണാം എങ്ങനെയാണ്. അത് ചിക്കുമണിയായിരിക്കും കാണിക്കാം അല്ലേ കണ്ണാ? യെസ്. അപ്പോൾ ഗൈസ്, അവിടത്തെക്കാട്ട് നല്ല രസമുള്ള ഫ്ലവേഴ്സ് ഞാൻ കാണിച്ചു തരാം. മമ്മിക്ക് കാണിക്കാൻ അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. സെയിം ഫ്ലവർ അല്ലേ? ഈ സെയിം ഫ്ലവർ അവിടെ നമ്മൾ ബുഷ് പോലെ ഉണ്ടോ, പക്ഷെ ഇതൊന്നും കണ്ടിട്ടില്ല. പക്ഷെ ഓണത്തിനൊക്കെ ഇത് പൂക്കളിടാൻ ഞാൻ നോക്കി കഴിഞ്ഞാൽ അവിടെ ഫുൾ ഇങ്ങനെ വടി പോലെ. ഞാൻ പറിക്കാൻ തരില്ല, എനിക്കിഷ്ടമല്ല ചെടിന്ന് പൂക്കൾ പറിക്കുന്നത്. അത് നിൽക്കണ നല്ല ഭംഗി. ഈ മരം ഓർമ്മയുണ്ടോ? നമ്മളെ വിന്ററിൽ നമ്മൾ ഈ സെയിം മരം കാണിച്ചിട്ടുണ്ട്, ഒരു ഇല പോലും ഉണ്ടായതില്ല. എന്നിട്ട് ഇപ്പൊ ഈ കളർ ഫുള്ള് ഇപ്പൊ ഒരു ഇങ്ങനെ ഗ്രേപ്പ് കളറാണ്. അത് ഫുൾ ഫില്ലായിട്ടിരിക്കുകയാണ്. കുറച്ച് നാൾ കഴിഞ്ഞ് ഇതിന്റെ കളറൊക്കെ മാറി ഇതാവും. ഇതൊരു മേപ്പിൾ ട്രീ ഐ തിങ്ക്. യെസ്. ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ സൺലൈറ്റ് കൊള്ളില്ല. നടക്കാൻ ഇറങ്ങിയ വീഡിയോ ആണ്, പക്ഷെ ഞങ്ങൾ വീടിൻ്റെ മുറ്റത്ത് നിന്ന് ഇത് പറഞ്ഞു തന്നു. അത് നമ്മൾ ഒരു ഈവനിങ് വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മൾ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ആൾക്ക് കണ്ടപ്പോൾ അതിങ്ങനെ പറഞ്ഞു പോയതാണ്. അത് അങ്ങനെ ഒരു പൂക്കളായിന്ന് കണ്ടപ്പോൾ ഒരു സന്തോഷം. അത് ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് അറിയാം. ഞാൻ അത്രയും ഗാർഡനിങ് പേഴ്സണൊന്നുമല്ല, പക്ഷെ എന്നാലും പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു പോസിറ്റീവ്. അതെ, നമ്മുടെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ അതൊരു കാണുമ്പോൾ തന്നെ ഒരു മനസ്സിന് എന്താ പറയുക, ഒരു ജിൽജിലാണ് മനസ്സ്. നമുക്ക് ജിൽജിലാണ്, ജിൽജിൽ. നല്ല വെയിൽ തന്നെ. അവിടെ വീട്ടിൽ തുളസിണ്ട്, പക്ഷെ അവർ വീഡിയോ എടുക്കാൻ എന്താ ശരിയല്ലല്ലോ. ഇവിടുത്തെ ഫുൾ ഭാഗങ്ങൾ കാണിച്ചു തരാം.
അവിടുന്ന് നമ്മുടെ വീട്ടിലത്തെ മരാട്ടോ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണങ്ങി ഇലയൊന്നും ഇല്ലാണ്ട് വന്നുകൊണ്ടിരിക്കണമല്ലോ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പോൾ ഇത്രയും നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മുടെ വീട്. എന്താണ് മുടിയൊക്കെ മാറി കൈസ് അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ട് വരുന്നുണ്ട്. സോ നല്ല സൺലൈറ്റ്, ഐ ലൈക്ക് ഇറ്റ്. എൻ്റെ വാക്കിന് ഇറങ്ങി ചിക്കുമണിക്ക് ഫോട്ടോസ് മാത്രം എടുക്കണം. എൻ്റെ വഴി വീഡിയോ എടുക്കാൻ ആണ് ഇറങ്ങിയത്. പക്ഷെ ചിക്കുമണിക്ക് ഫോട്ടോസ് മാത്രമേ ഫോട്ടോഷൂട്ടിന് പുറത്തിറങ്ങിയ പോലെ ഉണ്ടാവും. സീക്രട്ട് അറിയട്ടെ, ഞാൻ അതിനറിയത്. എനിക്ക് മനസ്സിലായി. ഇതാണ് ഞങ്ങൾ ശരിക്കും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്. എൻ്റെ സൈക്കിൾ എടുക്കട്ടെ, തല്ലൂട്ട് കൊണ്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാൻ കാണിച്ചപ്പോൾ തന്നെ എന്താ അടിച്ചു. നമ്മൾ ലെവൻഡർ എനിക്ക് ലെവൻഡർ കളറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂൾ ടൈമിലേക്ക് ഫസ്റ്റ് സൈക്കിൾ മേടിക്കാൻ അച്ഛനോട് ഞാൻ പറഞ്ഞു എനിക്ക് ലെവൻഡർ കളറിൻ്റെ സൈക്കിൾ മതി, ലേഡി ബേർഡ്. അതാണ് എനിക്ക് 8th സ്റ്റാൻഡേർഡിലോ 7th സ്റ്റാൻഡേർഡിലോ നമ്മുടെ അച്ഛൻ മേടിച്ചു തന്നത്. നമ്മുടെ വീട്ടിൽ മരം നോക്കിയപ്പോൾ ഇത്രയായി. ഈ കളറിങ് മാറിയിട്ട് വേറെ കളറാവും. ഈ കളർ കുറച്ച് കഴിഞ്ഞാൽ ഗ്രീനാവും. നോക്കൊരു കാര്യം മനസ്സിലാവും. സണ്ണ്, ഇതാണ് സണ്ണ് ഗൈസ്, ഇതാണ് മൂണ് ഗൈസ്. അമ്മേ അത് പൊളിയായിട്ടുണ്ട്, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടുവാ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോയുടെ ഫസ്റ്റ് ഒക്കെ എടുത്തു നോക്കി നിങ്ങൾ വിചാരിക്കാൻ എന്തൊരു അഹങ്കാരം. ഞാനങ്ങനെ കൂടുതൽ മിണ്ടണ ടൈപ്പാണോ ഇപ്പൊ വിചാരിക്കും ഇത്ര പാവാൻ പാടില്ല ഉറപ്പാണോ ചോദിച്ചാൽ അങ്ങനെ വല്ല മിണ്ടണ ആളാണ്. പക്ഷേ ഞാനൊരു പക്ഷെ മിണ്ടി തുടങ്ങിയാൽ പിന്നെ നിർത്തില്ല, വയറയ്ക്കും. പക്ഷെ എല്ലാവരോടും അങ്ങനെ മിണ്ടില്ല. എനിക്ക് തോന്നണം, അറ്റാച്ച്മെന്റ് തോന്നിയാൽ മാത്രമേ ഞാൻ മിണ്ടുള്ളൂ. അറിയില്ല. ഇപ്പം നമ്മൾ വീട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നു ചോദിച്ചു, കുറച്ച് നേരം ഇരുന്നു, അല്ലെങ്കിൽ ഞാൻ എവിടേക്കെങ്കിലും പോയെന്ന് ചോദിച്ചു, എനിക്കറിയില്ല അവരോട് എന്താ മിണ്ടണ്ടെന്ന്, എന്താ സംസാരിക്കാന്ന്. ഞാൻ അങ്ങനെ ഗൈസ്, ഞാൻ എൻ്റെ പണ്ടത്തെ സ്കൂളിലേക്ക് പോകുന്നു. പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വർഷം മുമ്പത്തെ സ്കൂള്, ബ്രൂക്ലിൻ എലിമെന്ററി സ്കൂള്. ഇപ്പൊ 7th ഗ്രേഡിലാവാറായി ഗൈസ്. 5th ഗ്രേഡിൽ ഇപ്പൊ 6th ഗ്രേഡ് കയറായി. ഇപ്പൊ ഈ ഫസ്റ്റ് ഡേ ടു സ്കൂളിൽ നാട്ടിൽ പോണത് ഓർമ്മയുണ്ട്. ഒരു ഷൂണ്ട് കട്ടർ കൊണ്ട് ഇങ്ങനെ ഒരു കട്ടർ ഉണ്ടായിരുന്നു എനിക്ക് ഷൂവിന്റെ. ആ കട്ടറിൽ ഈ ലോകത്ത് ആർക്കും ഇല്ലാത്തവരാണ് എൻ്റെ ഇതിൽ കണ്ടുകഴിഞ്ഞാൽ. അവർ വെട്ടി നിർത്തിരിക്കുകയാണ്. എനിക്ക് സംശയം നമ്മുടെ വീട്ടിൽ തന്നെയാണോ? അല്ലേ, ഇങ്ങനെ വെട്ടി നിർത്താൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടും. ഇതൊന്നല്ല നമ്മുടെ വീട്ടിൽ. ഇതാ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. അല്ല ഭംഗി കൂടുതൽ പിന്നെ ആപ്പിൾ മരം ഉണ്ടോ നോക്കാം നമുക്ക്. എന്റെ കഴിഞ്ഞ വർഷം കൊറേ ആപ്പിൾ മരം ഉണ്ടായിരുന്നു. അത് ആപ്പിൾ മരമാണോ കണ്ണ? അല്ല, നടന്ന് ഞങ്ങളൊരു ഇതായിട്ടുണ്ട്. എനിക്ക് വീഡിയോ ഇവിടെ പണിയെടുക്കണ്ട, അതാണ് മണി. ഇവൾക്ക് പോയിരുന്നാ മതി. എന്താ പണിയെടുക്കാന്ന് പറയും. കഷ്ണങ്ങൾ അരിയാണ്ട് നാളേക്ക് സാമ്പാറിന് പിന്നെ ഇഡ്ലിക്ക് അരക്കാണ്ട് മാവ് അരക്കാണ്ട്. നാളേക്ക് ഇഡ്ലിക്ക് മാവ് പിന്നെ അരക്കണ്ട്. ഇന്ന് അരച്ചാലേ നാളേക്ക് ഇഡ്ലി ആവുള്ളൂ, ഫെർമെന്റ് ആവണ്ടേ. ഇപ്പൊ ടൈം എത്ര? നമ്മൾ പോവാത്ത സ്ഥലത്തേക്ക് പോവാം. ചിക്കന് സ്കൂളുണ്ട് അല്ലേ, പഴയ സ്കൂള് കണ്ടിട്ടുണ്ട് യെസ്, പഴയ വീഡിയോസിലുണ്ട്. അപ്പൊ നമുക്ക് വേറെ സ്ഥലത്തേക്ക് പോവാം. ഇവിടേക്ക് സ്പെക്കൊന്നും പോകാൻ പറ്റില്ല. എത്ര ദൂരം ഉണ്ടെന്നറിയോ? നമുക്ക് വെറുതെ ഇങ്ങനെ നടന്നിട്ട് അങ്ങനെ കേറിട്ട് ഇങ്ങനെ വരാം. ഓക്കെ, ട്രെയിനിൽ പോകുന്നുണ്ടോ? സാറ്റർഡേ പോകാം. മഴയാതുള്ളൂ. എല്ലാം സാറ്റർഡേ ഇവിടെ പോയാലും സാറ്റർഡേ എനിക്ക് 20 ദിവസത്തിന് ശേഷം ഒരു ലീവ് കിട്ടുന്നത് ഗൈസ്.
അപ്പം ഞാൻ പറഞ്ഞു നമുക്കത് ആഹ്ലാദിക്കാം. പക്ഷെ അത് ആഹ്ലാദിക്കാം പറ്റില്ല. കാരണം മഴയാണ്. പണിയെടുക്കാൻ ആരെങ്കിലും വന്നില്ല. അയ്യോ തുലിപ്സ് പൂ വാടിപ്പോയി. അത് തുലിപ്പൊന്നുമില്ല, കുറച്ച് ആക്ടിങ് കൂടുതലാട്ടോ ഇവിടെ. ഇതിങ്ങനെയൊന്നുമല്ല, പാവ പുറത്തു പോയി കഴിഞ്ഞാൽ പുറത്തു പോയി കഴിഞ്ഞാൽ പാവ. എൻ്റെ അടുത്ത് മാത്രം ഇങ്ങനെയല്ലോ, ബാക്കിയുണ്ടല്ലോ സൈലന്റ് ആയിട്ട് ഇരിക്കലോ എവിടെയെങ്കിലും അങ്ങനെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന ഒരു ഗൈസ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. It's me signing off. Advika. Bye.